പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുകയാണ്. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ ഇളയവൻ ഒരവസരം കൂടെ കർത്താവ് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചില ആഴ്ചകളായി യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം തുടർമാനമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് മറ്റൊരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആ വിഷയം എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ക്രിസ്തു സഭയുടെ സ്നാനം എത്ര, അത് ഏത് നാമത്തിൽ എന്നാണ് ഇന്ന് സംസാരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് എത്ര സ്നാനമുണ്ട്, ആ സ്നാനം ഏത് നാമത്തിലാണ് നടത്തപ്പെട്ടിട്ടുള്ളത്, ഏത് നാമത്തിൽ നടത്തുവാനാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്തു പറയുന്നു? മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 14 മുതൽ ഉള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രയും നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഫിലിപ്പിൻ്റെ കൈസരിയിൽ എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യവും അതിനുള്ളതായ മറുപടിയും ഒക്കെയാണ് നമുക്കിവിടെ വായിക്കുവാനിടയായി തീർന്നത്. മനുഷ്യപുത്രനെ കുറിച്ചുള്ളതായ മനുഷ്യരുടെ അഭിപ്രായം എന്താണെന്ന് അറിയുവാൻ തൻ്റെ ശിഷ്യന്മാരോട് താൻ ചോദിക്കുകയാണ്. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, മറ്റു ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന കർത്താവിൻ്റെ ചോദ്യത്തിന് വിശുദ്ധ പത്രോസ് പറഞ്ഞ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അതിന് കർത്താവ് കൊടുത്ത മറുപടി ഇതാണ്. സ്തോത്രം. ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രയും നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നീ പത്രോസാണ്.
പക്ഷേ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന പാറമേൽ കർത്താവ് തൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നു. യഥാർത്ഥമായി കർത്താവിൻ്റെ സഭയുടെ പണി കർത്താവ് തന്നെയാണ് ഏറ്റെടുത്തതും കർത്താവ് തന്നെയാണ് അത് ചെയ്യുവാനിടയായിത്തീർന്നത് എന്ന് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് ലോകത്തിൽ അനേകം സംഘടനകളുണ്ട്. അത് ദൈവസഭയാണെന്നൊക്കെ ചിലരെ അഭിമാനം കൊള്ളുന്നു. സ്തോത്രം. അതിനൊക്കെ ഓരോരോ പേരുകളും നിർണയിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരോ വ്യക്തികളിലൂടെ ഉടലെടുത്തതായ സംഘടനകളാണ്. എന്നാൽ ദൈവത്താൽ പണിയപ്പെടുന്ന ഒരേ ഒരു സഭ സത്യസഭയാണ്. ആ സഭയ്ക്കുള്ളതായ ഒരു ശ്രേഷ്ഠത പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്തതായ മഹത്തേറിയ ആ അനുഭവമാണ് യഥാർത്ഥമായി ക്രിസ്തു സഭയ്ക്കുള്ളത് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. പാതാള ഗോപുരങ്ങൾ അഥവാ നരക കവാടങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ഒരു സഭയെ കർത്താവ് പണിയുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇന്ന് സഭയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും സ്നാനത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ചൊക്കെ വിവിധ നിലകളിലുള്ളതായ അഭിപ്രായ ഭിന്നതകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്തോത്രം. അതിൽ യഥാർത്ഥ ക്രിസ്തു സഭയുടെ സ്നാനം ഏതാണ്, അത് ഏത് നാമത്തിലാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊരു പരിശോധന നടത്തുകയാണ് നാം ഇന്ന് ചെയ്യുന്നത്. സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എഫെസോസിലുള്ളതായ വിശ്വാസികളോട് കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് പറയുന്നതാണ്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കാണ് നിങ്ങളെ വിളിച്ചത്. ആ വിളിച്ചതുപോലെ ഇവിടെ പറയുന്നത് ശരീരം എന്നുള്ളത് സഭയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ സഭ ഒന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ലോകത്തിൽ കാണുന്നതെല്ലാം മനുഷ്യനുണ്ടാക്കിയ സംഘടനകൾ മാത്രമാണ്. ക്രിസ്തുവിൻ്റെ സഭ ഒന്ന് മാത്രമാണ് എന്ന് കർത്താവിൻ്റെ ദാസൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. സ്തോത്രം. ആത്മാവ് ഒന്ന്, വിവിധങ്ങളാകുന്ന ആത്മാവില്ല, ഒരേ ആത്മാവ് മാത്രമേ ഉള്ളൂ. ദൈവം ആത്മാവാണ്. അതേ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അത് കർത്താവാണ് ആത്മാവ് എന്ന് പഠിപ്പിക്കുന്നു. ഇങ്ങനെ വേദപുസ്തകം ആത്മാവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവിടെ പറയുന്നത് കർത്താവ് ഒരുവൻ, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് മാത്രമാണ് നമുക്കുള്ളത് എന്ന് കൊരിന്തിലുള്ളതായ വിശ്വാസികളോട് വിശുദ്ധ പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വാസം ഒന്ന്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറയുമ്പോൾ വിശ്വാസം ഒന്നേ ഉള്ളൂ. കർത്താവ് പറയാണ്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അപ്പൊ 2 വിശ്വാസമുണ്ടോ, 2 പേരെ വിശ്വസിക്കേണ്ടതുണ്ടോ എന്നൊരു പക്ഷേ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാനും പിതാവും ഒന്ന് തന്നെയാണ്. വിശ്വാസം ഒന്നേ ഉള്ളൂ, ദൈവത്തിൽ വിശ്വസിക്കുക. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും ദൈവത്തെ വിശ്വസിക്കുന്നതും ഒന്ന് തന്നെയാണ്. പിന്നീട് പറയുന്നു സ്നാനം ഒന്ന്. ദൈവസഭയ്ക്ക് ഒരേ ഒരു സ്നാനം മാത്രമേ ഉള്ളൂ. വ്യത്യസ്തമായ ഒന്നിലധികം സ്നാനങ്ങളില്ല.
അവിടെ കർത്താവിന്റെ വചനം പിന്നീട് പറയുന്നത് എല്ലാവർക്കും മീതെ ഉള്ളവൻ സർവശക്തനായ ദൈവമാണ്, അത്യുന്നതനായ ദൈവമാണ്. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. എല്ലാവരിലും ഇരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി ദൈവവും പിതാവുമായ ഒരുവൻ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനല്ലാതെ വേറൊരു ദൈവമില്ല, അവനല്ലാതെ വേറൊരു പിതാവില്ല. സ്തോത്രം. തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തിരുവചന രേഖകൾ പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമം സ്നാനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ളതായ 9 സന്ദർഭങ്ങൾ തിരുവെഴുത്തുകളിൽ കാണുവാൻ കഴിയും, പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ മുൻപാകെ തെളിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ കൂടിയ യഹൂദന്മാർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ കൽപ്പന ലഭിക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇവിടെ സഭയുടെ തുടക്ക ദിവസം അഥവാ ഉദ്ഭവ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സഭയ്ക്ക് ഉപദേശം കൊടുക്കുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് വ്യാജത്തിന്റെ ആത്മാവല്ല, സത്യത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഉപദേശങ്ങൾ സത്യം തന്നെയാണ്. അപ്പോ പരിശുദ്ധാത്മാവ് നൽകിയ ഉപദേശം അത് പത്രോസിലൂടെയാണ് നൽകുന്നത്. ഇപ്രകാരമാണ് യഹൂദന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരുടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. സ്തോത്രം. ഒന്നാമതായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. അടുത്തത് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരുടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട്, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെയും അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സത്യസുവിശേഷം, ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ കണ്ടപ്പോൾ ശമര്യരായ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ, സ്തോത്രം, പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 14 മുതൽ 16 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. യെരൂശലേമിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാരായ പത്രോസിനെയും യോഹന്നാനെയും ശമര്യരുടെ അടുക്കലേക്ക് അയച്ച് അവർ ദൈവവചനം കൈക്കൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന വസ്തുതയെ മനസ്സിലാക്കിയപ്പോൾ അവിടെ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. പിന്നീട് നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗം വായിക്കുന്ന, അന്ന് വരെ അവരുടെ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ.
ഫിലിപ്പോസ് അവരെ സ്നാനപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. സ്തോത്രം. മൂന്നാമതായി നമ്മൾ കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യഭാഗമാണ്. സ്തോത്രം. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ കടന്നു എന്നതിന് ശേഷം അവരോട് ദൈവവചനം സംസാരിക്കുകയും അവർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ, സ്തോത്രം, അവരോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാനായിട്ട് കൽപ്പന കൊടുത്തു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ പാർക്കണമെന്ന് അവർ അപേക്ഷിച്ചു എന്നും ആ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. അപ്പോ കൊർന്നല്യോസിന്റെ ഭവനക്കാരായ ആളുകൾ കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാനായിട്ട് പത്രോസ് കൽപ്പന കൊടുത്തു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 14-15 വാക്യഭാഗങ്ങളാണ്. സ്തോത്രം. അത് വിശുദ്ധ പൗലോസ് ശൗലായിരുന്നപ്പോഴുള്ളതായ ഒരു അനുഭവത്തെ സംബന്ധിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ദമസ്കോസിലേക്കുള്ളതായ യാത്രാ മധ്യേ കർത്താവിനെ സന്ദർശിക്കുകയും അവൻ സഞ്ചരിച്ചിരുന്നതായ വാഹനമൃഗത്തിന്റെ മുകളിൽ നിന്ന് അവൻ നിലത്ത് വീണതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യാത്രയിൽ നട്ടുച്ച സമയമായപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് സൂര്യനെ വെല്ലുന്നതായ ഒരു വെളിച്ചം അവൻ്റെ മേൽ മിന്നുകയും അവൻ നിലത്ത് വീഴുകയും ചെയ്തു. അതിനു മുൻപ് അവൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും ഒക്കെ വാങ്ങിക്കൊണ്ട് ദമസ്കോസിലുള്ള ദൈവമക്കളെ ഉപദ്രവിക്കുവാനും തല്ലുവാനും കൊല്ലുവാനും തടവിലാക്കുവാനും ഒക്കെയുള്ള അധികാരവും മേടിച്ചുകൊണ്ട് കടന്നുപോയവനാണ്. എന്നാൽ സ്തോത്രം, കർത്താവിന്റെ സന്ദർശനം അവൻ ഉണ്ടായപ്പോൾ അവൻ വാഹനമൃഗത്തിൽ നിന്ന് നിലത്ത് വീണു എന്ന് കണ്ണിന് അന്ധത പിടിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളതായ ഒരു സന്ദർഭത്തിൽ അനന്യാസ് എന്ന് പറയുന്നതായ ദൈവപുരുഷനോട് കർത്താവ് പറഞ്ഞു, നീ ദമസ്കോസിലേക്ക് ചെല്ലുക, ശൗലെന്ന് പേരുള്ളതായ യൗവനക്കാരൻ ഈ വിധത്തിൽ സ്തോത്രം അവിടെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ അവിടേക്ക് ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ അവർ ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 4-5 വാക്യഭാഗങ്ങൾ 14-15 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. എന്നാൽ കർത്താവിനോട് പറഞ്ഞത്, സ്തോത്രം, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്ന് സ്തോത്രം അനന്യാസിനോട് കർത്താവ് പറയുകയാണ്. നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, അവനെ ഞാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു പാത്രമാണ്. അവൻ ജാതികളുടെയും സ്തോത്രൻ രാജാക്കന്മാരുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മധ്യത്തിൽ എൻ്റെ നാമം വഹിക്കുവാനായിട്ട് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ അവൻ്റെ അടുക്കലേക്ക് കടന്നു പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ സ്തോത്രം അനന്യാസ് കടന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു സാക്ഷ്യം പൗലോസ് പിന്നീട് പറയുന്നുണ്ട്. അത് 22-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യഭാഗത്തിൽ പറഞ്ഞത്, ഇനി താമസിക്കുന്നത് എന്ത്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. അപ്പോ സ്തോത്രം, ഇനി നീ താമസിക്കരുത്, എഴുന്നേറ്റ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയണമെന്ന് ശൗലായിരുന്ന പിന്നീട് പൗലോസായി തീർന്ന ആ വ്യക്തിയോട് അനന്യാസ് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെയും സ്നാനത്തിനായിട്ട് അവൻ ഉപയോഗിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമമാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അടുത്തതായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ ആകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? റോമിലുള്ളതായ വിശ്വാസികളോട് കർത്താവിന്റെ ദാസനായ വിശുദ്ധ പൗലോസ് പറയുന്നതാണ്.
യേശു ക്രിസ്തുവിനോട് ചേരുവാനായിട്ടാണ് സ്നാനമേറ്റിരിക്കുന്നത്. അങ്ങനെ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടിയും കൂടിയാണ് സ്നാനമേറ്റിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുമെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പം യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനമേൽക്കേണ്ടത്. അത് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയും കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുമെന്ന് അവിടെ കാണുവാൻ കഴിയുകയാണ്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായി തീർന്നെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കുവാനിടയായി തീരുമെന്ന് കർത്താവിന്റെ ദാസൻ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആറാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് 1 കൊരിന്തി 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോ വിഗ്രഹാരാധികളും മറ്റു പാപ സ്വഭാവങ്ങളിൽ ജീവിക്കുന്നവരായ ആളുകളായിരുന്നു സഭയിലേക്ക് കടന്നു വന്നിട്ടുള്ള വിശുദ്ധന്മാരായിട്ടുള്ളവർ. നിങ്ങളും സ്വതന്ത്രം ലോകമക്കളെ പോലെ ആയിരുന്നു. എങ്കിലും ഇപ്പോൾ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്നാനമേറ്റ് ദൈവത്തിന്റെ ആത്മാവിനാലും അവരെ വിശുദ്ധീകരിച്ച് നീതീകരണവും പ്രാപിക്കപ്പെട്ടവരായി കൊരിന്തിലുള്ളതായ വിശ്വാസികൾ കാണപ്പെടുന്നു എന്ന് കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നത്. അതിന്റെ 7-ാമത്തെ ഭാഗം നമ്മൾ വായിക്കുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നത്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരിക്കുന്നവരെല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരു വിശുദ്ധൻ അവന്റെ ജീവിതത്തിൽ അവന്റെ പുറമെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മീയവും ഭൗതികമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വായിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പത്രമായി ഉപയോഗിക്കപ്പെടേണ്ടത് ആവശ്യമാകുന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിരിക്കണം, വിശുദ്ധന്മാരായിരിക്കണം, വിശുദ്ധമതികളായിരിക്കണമെന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോ യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നത് എന്നും യേശു ക്രിസ്തുവിനെ അവർ ധരിച്ചിരിക്കുന്നു എന്നും ഈ വചനഭാഗത്തിലൂടെ വളരെ വ്യക്തമായിട്ടും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അതിൻ്റെ 8-ാമത്തെ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യഭാഗമാണ്. സ്തോത്രം. അതിൻ്റെ 1 മുതലുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ
സ്തോത്രം. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തിയെന്നാണ് അവിടെ നമുക്ക് തിരുവചനത്തിലൂടെ വായിക്കുവാൻ കഴിയുന്നത്. അവിടെ ചെന്നതിന് ശേഷം അവൻ അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. ശിഷ്യന്മാരോട് വിശുദ്ധ പൗലോസ് ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന വിശുദ്ധ പൗലോസിന്റെ ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി, പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ഈ വിഷയത്തെ ചില ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുന്നതായ ആളുകളുണ്ട്. പരിശുദ്ധാത്മാവെന്ന് കേൾക്കുവാൻ കഴിയണമായിരുന്നു എങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവെന്ന് കേൾക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുന്നതായ ആളുകളുണ്ട്. എന്നാൽ പൗലോസിന്റെ ചോദ്യം പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നുള്ളതാണ് പൗലോസിന്റെ ചോദ്യം. അപ്പോ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവരുടെ മറുപടിക്ക് പൗലോസ് കൊടുത്ത അടുത്ത ചോദ്യം നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു യോഹന്നാന്റെ സ്നാനം എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞത്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്, അവന്റെ പിന്നാലെ വരുന്നവനായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി പൗലോസ് അവരോട് സംസാരിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 19-5 വാക്യഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇത് കേട്ടാറെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നുള്ളതായ പൗലോസിന്റെ പ്രസംഗം കേട്ടാറെ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പ്രിയമുള്ള ദൈവമക്കളെ, ശ്രോതാക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് അവർ യേശുവിൽ വിശ്വസിച്ച ശേഷം സ്നാനമേൽക്കുവാനിടയായി തീർന്നു. പിന്നീട് നമ്മളവിടെ കാണുന്നത് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്തു എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റതിന് ശേഷമാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, തിരുവചനത്തിന്റെ സത്യോപദേശം വിട്ട് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഞാൻ ഏതെങ്കിലും ഒരു സഭയുടെ അംഗമായി തീർന്നു, ഞാൻ സ്നാനമേറ്റു എന്നൊക്കെ പറയുന്നത് കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരുവന് പ്രാപിക്കുവാൻ കഴിയുകയില്ല. വചന വ്യവസ്ഥ അനുസരിച്ച് അതിൻ്റെ ക്രമമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസത്താൽ ചെയ്തെടുക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുവാൻ കഴിയുകയില്ല എന്നുള്ളതായ വസ്തുതയും നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഇവിടെ പൗലോസ് അവർക്ക് ഉപദേശം കൊടുത്ത ശേഷം അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും അവരുടെ മേൽ കൈവച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയും ചെയ്തു എന്ന് എഫെസോസിലുള്ളതായ വിശ്വാസികളെ സംബന്ധിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. പിന്നീട് അതിൻ്റെ 9-ാമത്തെ ഭാഗം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യഭാഗം, സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് കൊലോസ്യയിലുള്ളതായ വിശ്വാസികളോട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്.
സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്തോട് അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു എന്ന് വിശുദ്ധ പൗലോസ് സ്തോത്രം കൊലോസിയിലുള്ളതായ വിശ്വാസികളോട് സംസാരിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ വേദപുസ്തകത്തിൽ ചില സ്തോത്രം രേഖകൾ സ്നാനത്തെക്കുറിച്ച് ഞാൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നടത്തി എന്നതിൻ്റെ രേഖയാണ് 9 ഇടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ പഠിച്ചതും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ചും നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യഭാഗം മുൻപ് നമ്മൾ വായിച്ച വാക്യഭാഗം തന്നെയാണ്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ അവന്റെ നാമത്തിലാണ് സ്നാനമേൽക്കേണ്ടത്. മറ്റേതെങ്കിലും വിധത്തിൽ സ്നാനമേറ്റിട്ട് ഞങ്ങളും യേശുക്രിസ്തുവിനോട് ചേർന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. യേശുക്രിസ്തുവിനോട് ചേരുവാൻ ഇടയായി തീരണമെങ്കിൽ അവന്റെ നാമത്തിൽ തന്നെ വിശ്വസിച്ച് സ്നാനമേൽക്കേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിച്ചത് അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ നാം സ്നാനമേൽക്കുന്നു എന്നാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തോട് നാം പങ്കാളികളായി തീരേണ്ടതിന് വേണ്ടി നാം സ്നാനമേൽക്കുന്നു എന്ന് കാണുന്നു. ആ സ്നാനം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നാനമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമല്ലാത്ത ഏതെങ്കിലും സ്നാനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ വെള്ളത്തിൽ വെറും കഴുകൽ മാത്രമാണ്, മുക്കൽ മാത്രമാണ് എന്നുള്ളത് മാത്രമല്ലാതെ യേശുക്രിസ്തുവുമായിട്ട് അതിന് യാതൊരു വിധമാകുന്ന ബന്ധവും ഉള്ളതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ വിശ്വാസവും സ്നാനവും മുഖാന്തരമാണ് ലഭിക്കപ്പെടുന്നത്. ഇല്ല എങ്കിൽ യേശുക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവും സ്തോത്രമല്ലാത്ത ഉപദേശങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഉണ്ടാവുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. അപ്പൊ ശരീരത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടുള്ള ഒരു കഴുകലല്ല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്. സ്തോത്രം. ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടാണ് അവിടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും അത് രക്ഷിക്കുവാനിടയായിത്തീരുമെന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കും. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമാണ് വിശുദ്ധന്മാർ സ്നാനപ്പെടുത്തിയതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേദപുസ്തകത്തിന് പുറത്തുള്ളതായ യാതൊരു സ്നാനോപദേശങ്ങളും ദൈവം അംഗീകരിക്കുന്നതല്ല.
ദൈവവചനത്തിൽ വ്യവസ്ഥയില്ലാത്തതും രേഖയില്ലാത്തതുമായ സ്നാനമോ മറ്റേതെങ്കിലും ഉപദേശങ്ങളോ ആരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അതെല്ലാം പൈശാചികവും മാനുഷികമാകുന്ന ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളൊന്നും ദൈവം അംഗീകരിക്കുകയോ അങ്ങനെയുള്ളതായ ഉപദേശം പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും ദൈവരാജ്യത്തിൽ പങ്കാളികളായി തീരുകയോ ചെയ്യുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ടും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഇവിടെ നാം തെളിയിക്കപ്പെട്ടതായ ഭാഗങ്ങളിലെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമാണ് സ്നാനപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും നാമം ഉപയോഗിച്ച് സ്നാനപ്പെടുത്തിയതായിട്ട് വേദപുസ്തകത്തിൽ രേഖയില്ല. പല തെളിവുകൾ തിരുവചനത്തിലൂടെ ഞാനിന്ന് നിങ്ങളുടെ മുൻപാകെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ വേറെ ഏതെങ്കിലും നാമത്തിൽ സ്നാനപ്പെടുത്തിയ ഒരു തെളിവ് വേദപുസ്തകത്തിൽ നിന്നും കാണിക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും വേദപണ്ഡിതന്മാർ ഉണ്ടോ? വെല്ലുവിളിക്കുന്ന ഒന്നുമില്ല. സ്തോത്രം. ആർക്കെങ്കിലും അതിന് ധൈര്യമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലാതെ മറ്റൊരു നാമം ഉപയോഗിച്ച് സ്നാനപ്പെടുത്തിയ രേഖ വേദപുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് തെളിയിക്കുവാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ തീർച്ചയായിട്ടും ആ ഉപദേശം സ്വീകരിക്കാൻ ഞാനും ഒരുക്കമാണ്. ഇല്ല എങ്കിൽ ഒരു കാര്യം ചെയ്യുക. തിരുവചനത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരുവചനം വീണ്ടും പരിശോധിച്ചു നോക്കി ഈ പറയപ്പെടുന്നത് സത്യമാണെങ്കിൽ ആ സത്യം അംഗീകരിച്ച് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, നിത്യതയിൽ പങ്കാളികളാകുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഒരുവൻ സമയമായിരിക്കുകയാണ്. ഇനിയും താമസം വയ്ക്കരുത്. തിരുവചനത്തിന്റെ വസ്തുതകളെ തിരിച്ചറിയുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, നിത്യതയിൽ പങ്കാളികളായി തീരുക. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ഒരേ ഒരു ഉപദേശം പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഉപദേശം മാത്രമാണ്. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസനിലൂടെ നൽകിയ ഉപദേശത്തിന് വിപരീതമായിട്ട് ഉപദേശം പഠിപ്പിക്കുന്നതായ വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, വൈകിയ സമയത്ത് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കടന്നു പോകുന്ന വഴി പാതാള ഗോപുരങ്ങൾ തുറന്നു കിടക്കുന്ന വഴിയിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. അനേകായിരങ്ങളെ, ലക്ഷങ്ങളെ, കോടികളെ നിങ്ങൾ ഉപദേശ വഞ്ചനയിലൂടെ പാതാളത്തിന് യോഗ്യരാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അന്ത്യനാടുകളിൽ തിരുവചനത്തിന്റെ വസ്തുതകൾ തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അനേക പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ശക്തീകരിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. തിരുവചനം പരിശോധിച്ച് സത്യത്തിലേക്ക് തിരിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവിന്റെ വരവ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു. അവന്റെ കാഹളനാദം മുഴങ്ങുവാൻ സമയമായിരിക്കുന്നു. അവന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തരം പ്രാപിക്കുമെന്നോ ഉയർത്തെഴുന്നേൽക്കുമെന്നോ ഒക്കെ വിശ്വാസമുള്ളവരായ ആളുകൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുക. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേട്ട് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, തിരസ്കരിക്കുന്നവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം.